ഹലോ എവ്രിവൺ, വെൽക്കം ടു CSEB എജു ഫോക്കസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോപ്പറേറ്റീവ് ലോ ആണ്. കോപ്പറേറ്റീവ് ലോ എന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെക്ഷൻ റൂൾ 15 വരെയുള്ള ഭാഗത്തുനിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. തുടങ്ങാം. ഡേഷ് മേ അപ്പോയിൻറ്റ് എ പേഴ്സൺ ടു ബി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ ദ സ്റ്റേറ്റ്. ഗവൺമെൻറ് മേ അപ്പോയിൻറ്റ് എ പേഴ്സൺ ടു ബി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ ദ സ്റ്റേറ്റ്. ഗവൺമെൻറ്റാണ് രജിസ്ട്രാറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഗവൺമെൻറ് മേ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ കൺഫർ ഓൺ എനി പേഴ്സൺ all or any of the powers of the registrar as per section 3 subsection 2. The section 4 of KCS Act deals with societies which may be registered. ഒരു സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവിനെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 4. As per KCS Act 1969, a cooperative society shall be registered only with limited liability. KCS Act 1969 പ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ലയബിലിറ്റി വെച്ച് മാത്രമാണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി അക്കമ്പനീഡ് ബൈ ഡാഷ് കോപ്പീസ് ഓഫ് പ്രപ്പോസ്ഡ് ബൈ ലോ. 3 കോപ്പീസ്. രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് പ്രപ്പോസ്ഡ് ബൈ ലോൻ്റെ 3 കോപ്പി ആപ്ലിക്കേഷൻ്റെ ഒപ്പം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. മിനിമം നമ്പർ ഓഫ് പേഴ്സൺ required to form a cooperative society, 25 persons from different families. Application for registration shall be signed by all applicants. Registration application എല്ലാ applicants sign ചെയ്തിട്ടുണ്ടാവണം. The registrar may register the society and its bylaw within a time period of dash days from the date of receipt of application, 90 days. Registrar may register the society and its bylaw within a time period of 90 days from the date of receipt of application. Registrar shall communicate the order of refusal if he refuses to register the society within a period of dash days, 7 days. ആപ്ലിക്കേഷൻ രജിസ്ട്രാറിൻ്റെ കയ്യിൽ കിട്ടി 90 ദിവസത്തിനുള്ളിൽ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ രജിസ്ട്രാർ അത് റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് റെഫ്യൂസ് ചെയ്തത് 7 ദിവസത്തിനുള്ളിൽ സൊസൈറ്റീനെ അറിയിക്കണം. An application for registration is not disposed within time. The applicant may make representation before dash if the application made before register under section 3 subsection 2. Answer: Registrar. An application for registration is not disposed within time. The applicant may make representation before register if the application made before register under section 3 subsection 2. രജിസ്ട്രാറിൻ്റെ പവർ രജിസ്ട്രാറിൻ്റെ കീഴിൽ വരുന്ന മറ്റൊരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെ പറ്റിയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 3 സബ്സെക്ഷൻ 2. ഇതാണ് നമ്മൾ മുന്നേ പഠിച്ചത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷൻ 90 ദിവസത്തിനുള്ളിൽ ഡിസ്പോസ് ചെയ്തില്ല എങ്കിൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നത് രജിസ്ട്രാറിനാണ്. കാരണം രജിസ്ട്രാറിനല്ല ആക്ച്വൽ ആപ്ലിക്കേഷൻ കൊടുത്തത്, രജിസ്ട്രാറിൻ്റെ ചുമതലയുള്ള വേറെ ആൾക്കാണ് കൊടുത്തത്. അപ്പോൾ റെപ്രസെൻറ്റേഷൻ കൊടുക്കേണ്ടത് രജിസ്ട്രാറിനാണ്. ഇനി ആപ്ലിക്കേഷൻ കൊടുത്തത് രജിസ്ട്രാറിന് തന്നെയാണെന്നുണ്ടെങ്കിൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിനാണ്. അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. ഇഫ് ആപ്ലിക്കേഷൻ ഈസ് നോട്ട് ഡിസ്പോസ്ഡ് വിത്തിൻ ടൈം, അപ്ലിക്കൻറ്റ് മേ മേക്ക് റെപ്രസെൻറ്റേഷൻ before government if the application made before registrar under section 3 subsection 1. Dash shall be the conclusive evidence that the society is duly registered. Registration certificate. Registration certificate shall be the conclusive evidence that the society is duly registered. Registration certificate issued in form number 3. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഫോം നമ്പർ 3ലാണ്. ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഫോം നമ്പർ 3A. സെക്ഷൻ 8A ഡീൽസ് ഇൻ അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി. സെക്ഷൻ 8A affiliation to
അപ്പെക്സ് സൊസൈറ്റിയാണ്. അഫിലിയേഷൻ ടു അപ്പെക്സും ഉണ്ട്, അഫിലിയേഷൻ ടു SCയും ഉണ്ട്, അത് മാറിപ്പോകരുത്. A society may file an appeal before dash in case of application for affiliation rejected by central or apex society within dash days from such refusal. അഫിലിയേഷന് വേണ്ടിയിട്ടുള്ള സൊസൈറ്റിയുടെ ആപ്ലിക്കേഷൻ സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റി റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പീൽ കൊടുക്കേണ്ടത് രജിസ്ട്രാറിനാണ്. ആപ്ലിക്കേഷൻ റെഫ്യൂസ് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കണം. അങ്ങനെ കൊടുത്ത അപ്പീൽ 60 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർ ഡിസ്പോസ് ചെയ്യണം. അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. രജിസ്ട്രാർ ഷാൽ ഡിസ്പോസ് സച്ച് അപ്പീൽ വിത്തിൻ 60 days. A society may change its name and liability by amendment of bylaw. ബൈലോ അമെൻഡ് ചെയ്തിട്ടാണ് ഒരു സൊസൈറ്റിയുടെ നെയിമും ലയബിലിറ്റിയും ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. An amendment of bylaw shall came into force on അമെൻഡ് ചെയ്ത ബൈലോ നിലവിൽ വരുന്നത് അത് രജിസ്റ്റർ ചെയ്തത് എന്നാണോ അന്ന് തൊട്ടാണ് അത് നിലവിൽ വരുന്നുണ്ടാവുക. ഓൺ ദ ഡേ ഇറ്റ് ഈസ് രജിസ്റ്റേർഡ്. എ സൊസൈറ്റി മേ ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ഡാഷ് ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് അറ്റ് ജനറൽ ബോഡി അമാൽഗമേറ്റ് ഓർ ഡിവൈഡ് ദി സൊസൈറ്റി. ഒരു സൊസൈറ്റി അമാൽഗമേറ്റ് ചെയ്യണമെങ്കിലോ ഡിവൈഡ് ചെയ്യണമെങ്കിലോ 2/3 മെജോറിറ്റിയുടെ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ടാവണം. ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് സൊസൈറ്റീസ് ഇൻ സർട്ടൈൻ കേസസ് ഡീൽസ് ഇൻ സെക്ഷൻ 15. സെക്ഷൻ 15 പറയുന്നതാണ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് സൊസൈറ്റീസ് ഇൻ സർട്ടൈൻ കേസസ്. Fee for registration of a society if the area of operation of a society within a taluk 2000. Fee for registration if the area of operation of a society a taluk and above but less than a district 4000. Fee for registration of a society if the area of operation is a district 5000. Fee for registration of a society if the area of operation is more than one district 10,000. ഫീസിൻ്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ അടുത്ത് തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫീസിൻ്റെ എല്ലാം കൂടി ഒരുമിച്ച് ആ വീഡിയോയിൽ പഠിക്കാം. ഫീ ഫോർ രജിസ്ട്രേഷൻ ഓഫ് സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി 100. ഫീ ഫോർ രജിസ്ട്രേഷൻ ഓഫ് വുമൺ SC/ST കോപ്പറേറ്റീവ് സൊസൈറ്റി 500. The registrar communicate the order of refusal of registration to the chief promoter within dash days as per rule. സെക്ഷൻ പ്രകാരം റെഫ്യൂസലിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് 7 days ആയിരുന്നു. പക്ഷേ റൂള് പ്രകാരം രജിസ്ട്രേഷൻ്റെ റെഫ്യൂസൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് 15 days ആണ്. അപ്പോൾ സെക്ഷൻ റൂളിലും രണ്ടും രണ്ടാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. A society shall commence working within a period of dash months of its registration 6 months. രജിസ്ട്രേഷൻ കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ സൊസൈറ്റി വർക്കിംഗ് തുടങ്ങിയിട്ടുണ്ടാവണം. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഷാൽ ബി കൺവീൻഡ് ബൈ ഡാഷ് വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ചീഫ് പ്രൊമോട്ടറാണ് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യേണ്ടത്. 3 മാസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ് 3 മാസത്തിനുള്ളിലാണ് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യേണ്ടത്. എ നോട്ടീസ് ഓഫ് ജനറൽ ബോഡി മീറ്റിംഗ് ഷാൽ ബി ഗിവൺ ടു മെമ്പേഴ്സ് അറ്റ് ലീസ്റ്റ് ഡാഷ് ഡേയ്സ് ക്ലിയർ നോട്ടീസ് 15 days ക്ലിയർ നോട്ടീസ്. ജനറൽ ബോഡി മീറ്റിങ്ങിന് 15 ദിവസം മുൻപ് നോട്ടീസ് മെമ്പേഴ്സിന് കൊടുത്തിട്ടുണ്ടാവണം. ആപ്ലിക്കേഷൻ ഫോർ അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഷാൽ ബി പ്രസൻറ്റഡ് ബിഫോർ രജിസ്ട്രാർ വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് ജനറൽ ബോഡി മീറ്റിംഗ്. ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ ബൈലോ അമെൻമെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ രജിസ്ട്രാറിന് കൊടുത്തിട്ടുണ്ടാവണം. Application for registration of amendment of bylaw shall be signed by secretary and 2 members of the committee. ബൈലോ അമെൻമെൻറ്റിൻ്റെ ആപ്ലിക്കേഷനിൽ സെക്രട്ടറിയും പിന്നെ കമ്മിറ്റിയിൽ 2 മെമ്പേഴ്സും സൈൻ ചെയ്തിട്ടുണ്ടാവണം. ഡാഷ് കോപ്പീസ് ഓഫ് ദ ടെക്സ്റ്റ് ഓഫ് ദ ബൈലോ ആസ് ഇറ്റ് വുഡ് സ്റ്റാൻഡ് ആഫ്റ്റർ അമെൻമെൻറ്റ് ഷാൽ ബി സെൻഡ് വിത്ത് ദ ആപ്ലിക്കേഷൻ ഫോർ അമെൻമെൻറ്റ് ഓഫ് ബൈലോ 4 copies. അമെൻമെൻറ്റിന് ശേഷം ബൈലോ എങ്ങനെയാണോ
അതിൻ്റെ 4 കോപ്പി ആപ്ലിക്കേഷൻ്റെ സമയത്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. രജിസ്ട്രേഷൻ്റെ സമയത്ത് ബൈലോ, പ്രപ്പോസ്ഡ് ബൈലോ 3 കോപ്പിയാണ്. അമെൻമെൻറ്റിൻ്റെ സമയത്ത് പുതിയ ബൈലോ 4 കോപ്പി. ഓർത്ത് വയ്ക്കാം. Fee for the registration of amendment of bylaw shall be 500. 50 in case of women, SC/ST and school cooperative society. Societies are classified into dash as per Rule 15 of KCS Act. 13 classification ആണ് Rule 15 പ്രകാരം ഉള്ളത്. If any question arises to the classification of a society, it shall be referred to dash for decision. Registrar. സൊസൈറ്റിയുടെ ക്ലാസിഫിക്കേഷനിൽ എന്തെങ്കിലും ക്വറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആൻസറബിൾ ആയിട്ടുള്ളത് രജിസ്ട്രാറാണ്. For the change of liability of a society, amendment has been approved by 2/3 majority of members present and voting at the meeting of general body called at least dash days clear notice. 7 days. ലയബിലിറ്റി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജനറൽ ബോഡി വിളിച്ചു കൂട്ടുമ്പോൾ അത് 7 ദിവസത്തെ നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. All the power of the registrar of cooperative societies in respect of all Gadi and village industries cooperative societies in the state except audit conferred to Secretary Kerala Gadi and Village Industries Board. ഗാദി ആൻഡ് വില്ലേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ രജിസ്ട്രാറിൻ്റെ പവർ വരുന്നത് സെക്രട്ടറിക്കാണ്. പക്ഷേ ഓഡിറ്റിൻ്റെ മാത്രമാണ് ഇല്ലാത്തത്. ബാക്കി എല്ലാ പവറും സെക്രട്ടറിയാണ്. കേരള ഗാദി വില്ലേജ് ബോർഡിൻ്റെ സെക്രട്ടറിക്കാണ് രജിസ്ട്രാറിൻ്റെ പവർ ഉള്ളത്. സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഷാൽ ബി അണ്ടർ ഡാഷ് കാറ്റഗറി ഇൻ റൂൾ 15. റൂൾ 15 ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് 13 ടൈപ്പ്. അതിൽ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി വരുന്നത് മിസ്സലേനിയസ് കാറ്റഗറിയിലാണ്. മിസ്സലേനിയസ് സൊസൈറ്റീസിൻ്റെ അണ്ടറിലാണ് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി വരുന്നത്. KCS Act contains dash section and dash rules. 110 സെക്ഷനുകളും 201 റൂൾസാണ് KCS Act 1969 ഉള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്ത വീഡിയോയിൽ അടുത്ത ഭാഗം തൊട്ട് സെക്ഷൻ 16 മുതലുള്ളത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ആൾ.